മധുരം എന്ന മാസ്മരിക ലഹരിയും കുടലിലെ അദൃശ്യ ലോകവും. നമ്മുടെ നാവിനെ വശീകരിക്കുന്ന പഞ്ചസാര വെറും ഒരു സ്വാദല്ല, മറിച്ച് അത് നമ്മുടെ ശരീരത്തിനുള്ളിലെ അതിസങ്കീർണമായ ഒരു വ്യവസ്ഥിതിയെ പാടെ തകിടം മറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന പാക്കറ്റ് ജ്യൂസുകളിലും സോഫ്റ്റ് ഡ്രിങ്കുകളിലും അടങ്ങിയിരിക്കുന്ന അമിതമായ പഞ്ചസാര നമ്മുടെ കുടലിലെ ഗട്ട് മൈക്രോബയോം എന്നറിയപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നു. ദഹനത്തിനും രോഗപ്രതിരോധത്തിനും സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ദോഷകരമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് വളമിടുകയും ചെയ്യുന്നതിലൂടെ പഞ്ചസാര ഒരു നിശബ്ദ ശത്രുവായി മാറുന്നു. ഇത് കേവലം വയറുവീർക്കലിനും ഗ്യാസിനും മാത്രമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ഊർജത്തെയും തളർത്തുന്ന ഒരു ഘടകമാണ്. ഇൻസുലിൻ പ്രതിരോധവും ശരീരത്തിന്റെ ആഭ്യന്തര തകരാറുകളും തുടർച്ചയായ അമിത അളവിൽ പഞ്ചസാര ശരീരത്തിൽ എത്തുന്നത് ശരീരത്തിന്റെ സ്വാഭാവികമായ ഇൻസുലിൻ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ശരീരം പ്രയാസപ്പെടുന്ന ഈ അവസ്ഥ പിൽക്കാലത്ത് ഗുരുതരമായ പ്രമേഹത്തിലേക്കും ഹൃദ്രോഗങ്ങളിലേക്കും വഴി തുറക്കുന്നു. പഴങ്ങളിൽ സ്വാഭാവികമായി അടങ്ങിയിരിക്കുന്ന പഞ്ചസാര നാരുകളുടെ സാന്നിധ്യം മൂലം സാവധാനത്തിൽ മാത്രമേ രക്തത്തിൽ കലരുകയുള്ളൂ എങ്കിൽ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളിലെ പഞ്ചസാര നേരിട്ട് രക്തത്തിലേക്ക് കുതിച്ചു കയറുകയാണ് ചെയ്യുന്നത്. ഇത് കരളിനെ അമിതമായി ജോലി ചെയ്യിപ്പിക്കുകയും മദ്യപിക്കാത്തവരിൽ പോലും കണ്ടുവരുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. മാറാരോഗങ്ങളുടെ ഉറവിടവും പല്ലുകളുടെ നാശവും പഞ്ചസാരയുടെ അമിത ഉപയോഗം ശരീരത്തിൽ വിട്ടുമാറാത്ത വീക്കത്തിന് കാരണമാകുന്നു. ഈ വീക്കം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. ആരോഗ്യത്തെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തെയും ഇത് വിടാതെ പിന്തുടരുന്നുണ്ട്. വായിലെ ദോഷകരമായ ബാക്ടീരിയകളെ പോഷിപ്പിക്കുന്നതിലൂടെ പല്ലിലെ ഇനാമലിനെ നശിപ്പിക്കുകയും മോണരോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. പഞ്ചസാര ചേർത്ത ഭക്ഷണങ്ങൾക്ക് പകരം നാരുകൾ ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ശീലമാക്കുക എന്നത് മാത്രമാണ് ഈ വിപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏക പോംവഴി. ഈ മധുര വിഷത്തെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കൂ.